എ.സി. മൊയ്തീൻ CPIM നേതാവിനോടൊപ്പം ടെലിഫോൺ ലൈനിൽ. എ.സി. മൊയ്തീൻ, ഗുരുതരമായ അട്ടിമറി തൃശ്ശൂരിൽ നടന്നു എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുകയാണോ? അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്ക് CPIM അല്ലെങ്കിൽ LDF പ്രവേശിക്കുന്നുണ്ടോ? സുരേഷ് ഗോപി മത്സരിച്ച തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP അനധികൃതമായി വോട്ട് ചേർത്തു എന്നുള്ള ആക്ഷേപം ഞങ്ങൾ ഇപ്പൊ പറയുന്നതല്ല. അന്ന് തന്നെ അതിന്റെ ആക്ഷേപം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാർലമെന്റ് മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളെ, അവിടെ വോട്ടുള്ള ആളുകളെ ഇവിടെ കൊടുന്ന് ചേർത്തതിന്റെയും ചില ഫ്ളാറ്റുകളിൽ ഇവരുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ആളെ ചേർത്തതിന്റെയും എല്ലാം ആക്ഷേപം അന്ന് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ശ്രീ KP രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതൊരു പുതിയ കാര്യമായിട്ടല്ല. വളരെ ഇപ്പൊ അത് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ ഈ ഇതുകൂടി വന്നപ്പോൾ ഒരു അഖിലേന്ത്യാ മാനം അതിന് വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ മാത്രമല്ല, BJP പണക്കൊഴുപ്പും അധികാരത്തിന്റെ ഹുങ്കും ഇലക്ഷൻ കമ്മീഷനിൽ കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പോ വന്നിട്ടുള്ള സ്വാധീനവും അവരുടെ പിണിയാളുകളായ ആളുകളെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് നിയമിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ ഭേദഗതിയും ഒക്കെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇലക്ഷൻ കമ്മീഷനെ നോട്ടുകൂത്തിയാക്കി ഈ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടി BJPക്ക് ജയിക്കാനാവുന്ന രീതിയിൽ കൃത്രിമമായി വോട്ട് ചേർക്കുന്നു എന്നുള്ള കാര്യം നാട്ടിലെല്ലാവർക്കും അറിയാം. അതിനെതിരായിട്ടുള്ള അതിശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം തീരുമാനിച്ചത്. നിയമപരമായ വശങ്ങൾ നോക്കും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ LDF നേതാക്കളും CPIMന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞല്ലോ. അപ്പൊ അത് നാട്ടിലെ ആർക്കും സംശയമില്ല. BJP ഏത് അക്രമവും കാണിക്കാനോ ജനാധിപത്യ ക്രമത്തിനോട് അവർക്ക് വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അതിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അട്ടിമറിക്കാനും എല്ലാമുള്ള പരിശ്രമം തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട്. എന്താണ് 11 വോട്ടുകൾ സുരേഷ് ഗോപിയുടെ വീട്ടിലെ വോട്ടുകൾ 11 ഒരൊറ്റ വീട്ടിൽ ചേർത്തതിനെ കുറിച്ച് അദ്ദേഹം ഒരു അക്ഷരം ഉണ്ടാത്തത്? BJPയുടെ ഒരു നേതാക്കളും ആ കാര്യത്തിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ലല്ലോ. സ്വാഭാവികമായും തൃശ്ശൂരിലെ ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഈ വോട്ടർമാരെ അനധികൃതമായി കള്ളവോട്ട് ചേർത്തത് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ശരി 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 അതിനകത്ത് രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള ഒരു മൂവ്മെന്റിലേക്ക് കടക്കുന്നു LDF എന്നാണ് എ.സി. മൊയ്തീൻ പറയുന്നത്.